ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊറോട്ട അത്ര ഹെൽത്തി അല്ലെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് അല്ലേ? പലപ്പോഴും ഇത് തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കടയിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. അധിക നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ, വീശി അടിക്കാതെ, പരത്താതെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പ് അളവ് പറയുകയാണെങ്കിൽ 7 കപ്പ് മൈദ. ഇതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് മൊത്തത്തിലൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഈ മാവൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത് പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് കൊടുത്തിട്ടാണ്. ഇനി മൊത്തത്തിൽ പാൽ ചേർത്തിട്ടും കുഴച്ചെടുക്കാം, അതുപോലെ മൊത്തത്തിൽ വെള്ളം ചേർത്തിട്ടായാലും കുഴച്ചെടുക്കാവുന്നതാണ്. പാലായാലും വെള്ളമായാലും കുറേശ്ശെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ട തയ്യാറാക്കുമ്പോൾ അല്പം പാല് കൂടി ചേർത്ത് കൊടുത്താൽ ലെയർ പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടുകയും ചെയ്യും, അതുപോലെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പൊറോട്ട തയ്യാറാക്കുമ്പോൾ അല്പം മാവ് മാറ്റി വെച്ചതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ അല്പം വെള്ളം കൂടിപ്പോയാൽ ആ മാവ് കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ മാവിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കാരമലൈസ് ആവുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറ് പൊറോട്ടയ്ക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ മാവെല്ലാം ഞാൻ ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് അല്പം സമയം എടുത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മിനിറ്റ് കഴിഞ്ഞു മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസുകളാക്കി എടുത്തിട്ട് ഓയിലിൽ മുക്കി മാറ്റി വയ്ക്കാം. പൊറോട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബോൾസ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എല്ലാം ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ആദ്യം ബോളാക്കിയ മാവെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി വയ്ക്കാം. ഇതുപോലെ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ബോൾസ് എടുത്തിട്ട് അല്പം എണ്ണ തേച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 4 എണ്ണം പരത്തിയിട്ട് ഞാൻ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലതുപോലെ എണ്ണ തേച്ചിരിക്കണം. ഇനി ആദ്യം പരത്തിയതെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിടുകയാണ്. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക. വീണ്ടും ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പരത്തുക. പിന്നീട് പതിയെ ഒന്ന് പൊക്കി കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം ഈ മാവിനെ പതിയെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ 2-3 പ്രാവശ്യം മാവ് പൊക്കിയിട്ട് ഒന്ന് വലിച്ചു നീട്ടുക. പിന്നീട് 2 അഗ്രങ്ങളിലായി പിടിച്ചിട്ട് ഒന്നുകൂടി വലിച്ചതിന് ശേഷം ഞൊറിവെടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് അഗ്രഭാഗം പൊറോട്ടയുടെ അടിയിലേക്ക് വയ്ക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ പൊറോട്ട വീശിയടിക്കാനും എളുപ്പമാണ്. മാവെടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ തേച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. പിന്നീട് ഇടത് കൈയുടെ തള്ളവിരൽ മാവിൻ്റെ മുകളിലും വലത് കൈയുടേത് മാവിൻ്റെ അടിയിലുമായി വെച്ചതിന് ശേഷം കൈക്ക് അല്പം പോലും ബലം കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവിനെ തൊടാൻ വേണ്ടിയിട്ട്.
പിന്നീട് പതിയെ ഒന്ന് പൊക്കിയിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് 2-3 പ്രാവശ്യം വയ്ക്കുമ്പോഴേക്കും മാവ് നന്നായി പരന്ന് കിട്ടും. പിന്നീട് ഇതുപോലെ അങ്ങ് ചുറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മാവിൽ നിന്നും ആദ്യം തയ്യാറാക്കിയ മാവ് എടുത്തിട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈയുടെ പത്തി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങനെ ഐസായിട്ട് പരത്തരുത്. പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ തിരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. 2 എണ്ണം ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊറോട്ടയുടെ മുകളിലേക്കായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 പാനിലും ഞാൻ ഓരോ പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡിയായി കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 പൊറോട്ട ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പൊറോട്ട കൂടി ഇതുപോലൊന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ 4 പൊറോട്ട ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് ലെയർ തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തട്ടിക്കൊടുക്കുന്നത്. തട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈക്ക് അല്പം പോലും ബലമില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വേണം തട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ലെയർ തിരിഞ്ഞ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. വെറും 20 മിനിറ്റ് മാത്രമാണ് ഞാൻ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി പൊറോട്ട കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമാകും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.